എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പറ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ പോണേന്ന് പറ. കറങ്ങാനേടാ? നമ്മൾ ഇന്ന് കണ്ണൂർ ഫോർട്ടിലേക്കാ പോണു. കണ്ണൂർ കോട്ട. അപ്പൊ കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങളായിരിക്കും. എത്തിക്കറിയോ? അത് എത്തിയോട് പറയാൻ പറയും. എത്തിയോട് പറഞ്ഞ എവിടെയാന്ന് എത്തിക്കറിയോ പറയും. നീ എന്റെ ലിപ്സ്റ്റിക് കളയല്ലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നീ പറഞ്ഞത് തന്നെ പറഞ്ഞു കൊടുക്കൂലേന്ന്. നമ്മളപ്പം കണ്ണൂർ കോട്ടയിലേക്കാണ് ഗൈസ് പോകുന്നത്. പ്രത്യേകിച്ച് എന്താണ് അതാ ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക് തൊടാൻ പാടില്ല എന്ന് കഴിക്കാവെന്ന് പറഞ്ഞിട്ട്. നീ പറ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ കോട്ടയിലത്തെ കാഴ്ചകളായിരിക്കും എന്ന് പറ. ഇന്ന് നല്ലൊരു സൺഡേ ആയതുകൊണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് മുഷിയണ്ടെന്ന് കരുതിയിട്ടാണ് ഗൈസ് പുറത്തേക്ക് പോകുന്ന പറഞ്ഞു. ഇവള് റോങ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. മുഷിയണ്ടെന്നുള്ളത് ബീച്ച് പൂട്ടും പോലും നിത്യേട്ടാ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് നിത്യേട്ട അടുത്തേക്ക്? 5 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പോ 4:17 4:17 അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു 6-7 മിനിറ്റ് കൊണ്ട് എത്തും. കട്ടാവും. നീ പറ, എനിക്ക് പറയാനില്ല. കണ്ണൂർ കോട്ടയിലേക്ക് ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് വെച്ചാല് നമ്മുടെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെയല്ലോ അധികം ഇവിടത്തേക്ക് തന്നെ ടൂർ ഉണ്ടാവല്. അപ്പൊ അങ്ങനെ കുറെ തിരക്കുണ്ടല്ലോ. അപ്പൊ നില ആദ്യമായിട്ടാണ് കാണുന്നത്. നിത്യേട്ടനും കണ്ണൂർ കോട്ടയിൽ പോയിട്ടില്ലേ? ഒറ്റയ്ക്ക് എങ്ങനെയല്ലേ പോയിട്ടില്ല അല്ലേ? പോയിട്ടുണ്ട്, അത്രയല്ലോ. ഞാനിങ്ങനെ പോയി ഏകദേശം കുറേ അടുത്ത എല്ലാ മുക്കും മൂല്യം ആ സമയത്തെ ഓർമ്മയുണ്ട്. അപ്പം പിന്നെന്താ വേറെ വിശേഷം? എൻ്റെ ലിപ്സ്റ്റിക് ഇവിടെ തൊട്ടിട്ട് ഇവിടെ കൈക്കാക്കി. അതാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ചെറിയ ട്രാഫിക് ഉണ്ട്. എനിക്കൊന്ന് സൺഡേയിൽ എത്തിയേട്ടാ. അതായിരിക്കും. എന്തെങ്കിലും പറ. ഹായ് പറ. അങ്ങനെ കിടക്കല്ല. ആ കണ്ണടയിൽ എടുത്ത് വെച്ചിട്ട് ഹായ് പറ. വാവ്, സുന്ദരൻ എന്ന് പറയും. എല്ലാവരും സുന്ദരനാണെന്ന് പറയും. അല്ല, നിത്യസുന്ദരനല്ലേ? കൊണുണ്ടോ? നല്ല കൊണുണ്ടോ? പിന്നെ അതല്ലേ, അതുകൊണ്ട് സെറ്റ് ആയില്ല. ഇനി വേറെ മേടിക്കണ്ടല്ലോ. ഇത് നമ്മള് ശരിക്കും ടൗണിലേക്ക് പോകുന്ന വഴിയല്ലേ? സമയത്ര ഇത് പറ. അപ്പൊ നമ്മള് 8 മണിയായി ഇപ്പ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ? നീ പറഞ്ഞ വണ്ടി പോവാ? നീ ഇപ്പൊ സംസാരിക്കും. വ്ളോഗിൽ നീ ഞാൻ സംസാരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നിലേന്റെ പാട്ടോട് കൂടിയിട്ട് അല്ലേ? അന്നൊരു പാട്ടോട് ഓണം വന്നല്ലോ ഞാൻ ഇട്ടല്ലോ. അതെങ്കിലും അത് ഓക്കെ, അത് പാട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം.
എൻ്റെ ക്ലാസ് അത് അറക്കൽ മ്യൂസിയം. നമ്മളതിൻ്റെ തൊട്ട് മുമ്പിൽ പെട്രോൾ പമ്പിലാണ് നിർത്തിയിട്ടില്ലേ. ഇതാണ് ഗൈസ് അറക്കൽ മ്യൂസിയം. ഇത് ഞാൻ നിങ്ങൾക്ക് ചൂലിട്ടിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ അതാ. ഇതിനകത്ത് എൻട്രി ഫീസ് 20 റുപ്യ അങ്ങനെ ഇല്ലു. ഇതിൽ കണ്ണട തിരിച്ചു വെച്ചു, റെഡിയാക്കി. ഇത് നിലേൻ്റെ ഷോ കാണിക്ക്. ചെവിയിൽ ഇറങ്ങിയിട്ടതാ നിലേൻ്റെ പുതിയ ഡ്രസ്സാ. അത് രസമുണ്ടോ ചോദിക്കേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ടാന്ന്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ് അറക്കൽ മ്യൂസിയം. അറക്കൽ ആയിഷ മറ്റേ അറക്കൽ മ്യൂസിയം. നീ എന്നെ ഒന്ന് സംസാരിക്കാൻ വിടുവോ? മ്യൂസിയം മ്യൂസിയം അറക്കൽ മ്യൂസിയം. അങ്ങനെയാണ് അമ്മ പറയുന്നത്. അമ്മക്കറിയില്ല. അത് ഊരി വീകുന്നതിനിടയിൽ ഊരി വീണെങ്കിലോ? അപ്പോഴ് അത് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ തന്നെ സംസാരിക്കാൻ വിടുമോന്ന് അറിയില്ല. ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്നതാണ് നമ്മുടെ അറക്കൽ മ്യൂസിയം. ഇതാ കണ്ണൂരല്ല, അറക്കൽ മ്യൂസിയം ഉണ്ട്. ഉണ്ടല്ലോ, അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. കുറച്ച് ചെരുപ്പെല്ലാം 20 റുപ്യ എങ്ങനെ തോന്നുന്നു എൻട്രി ഫീസ് അല്ലേ? അങ്ങനെ തോന്നുന്നു. ഇപ്പം കൂടിയോന്ന് അറിയില്ല. ഞാൻ അന്ന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. 20 റുപ്യൊക്കെ നമുക്ക് കയറി കാണാൻ അത്യാവശ്യം നല്ല അതിൽ കൂടുതൽ കാണാനുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇതാണ് അറക്കൽ മ്യൂസിയം. അടിപൊളിയല്ലേ ആ സമയത്ത്? അടിപൊളി. പകുതിക്കുന്ന നില പാട്ട് പാടുന്ന പറഞ്ഞിട്ട് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറുന്നതുകൊണ്ട് പാട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിനി. ഇനി നില ഒരു പാട്ട് കൂടി പാടൂലേ? ആ ക്ലാസ് കയറ്റിട്ട് സ്റ്റൈലാക്കിയിട്ട് പാട്. മേരിലാനി മതി. എന്നാ പാട്. അത്യാവശ്യം നടന്ന് കാണേണ്ടതുണ്ട്. അപ്പൊ നില നടന്ന് കാണുമോ? എല്ലാം നടന്നുകൊണ്ട് കാണുമോ? അമ്മയോട് അച്ഛനോട് എടുക്കാൻ പറയാൻ പാടില്ല. പറയോ? പറയോ? ആര് കേക്കണ്ടേന്ന്? ഇങ്ങോട്ട് എത്തിയുടെ ലൊക്കേഷൻ കാണിക്കുന്ന ഇങ്ങോട്ടാ. ഇതിലെ ഈ വാച്ചിലാ. അടിപൊളി അടിപൊളി. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടാ. ഇപ്പൊ എന്തായാലും നമ്മളിങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നത്. ആ എത്തിയ ലൊക്കേഷൻ അപ്പുറം നോക്കി. എന്താണ് കാണിക്കുന്നത്? നല്ല തണലില്ലേ? അടിപൊളി. ക്യാമറ നല്ല രസമുണ്ടാണ്. അങ്ങനെ നമ്മൾ കണ്ണൂർ ഫോർട്ടിലെത്തി. അപ്പം എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു 20 റുപ്യാണോ 30 റുപ്യാണോ എന്നറിയില്ല, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയെന്ന്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് എന്നെല്ലാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, കണ്ണൂരായതുകൊണ്ട് സ്ലാങ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം ഞാൻ കുറച്ചും കൂടി പരിഷ്കരിച്ച് സംസാരിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ നോക്കി നോക്കി കാണുകയെന്നും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പം അപ്പുറത്ത് കടലായതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് അടിപൊളി വ്യൂ ആണ്, നല്ല രസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവിടെ പോയാലും എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കണം എന്നില്ല ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. എന്താ വെച്ചാൽ ഫോട്ടോവിനോട് കുറച്ച് ഭ്രാന്ത് കൂടുതലാണ്. അപ്പം അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയെന്ന്. അത്യാവശ്യം ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ഇങ്ങനെ ചുറ്റും നല്ല പച്ചപ്പും പിന്നെ തൊട്ടപ്പുറത്ത് കടലും ഇതൊക്കെ കാണുമ്പം പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. അപ്പം എന്താ പറയുക, കണ്ടില്ലേ, ഇതാ എന്ത് രസമാണ് കാണാൻ. അതിൻ്റെ ടോപ്പ് കയറി നിന്നാൽ ഈ സൈഡിൽ നിന്ന് മൊത്തം ഇങ്ങനെ കടൽ കാണാൻ പറ്റും. അപ്പം നിലക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തേന്ന് വെച്ചാൽ ബീച്ചിലേക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നിനി. ബീച്ചിൽ പോവുക, ബീച്ചിൽ പോയിട്ട് അതിൻ്റെ മണൽ വാരി കളിക്കുക, ഇതൊക്കെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പുറത്ത് പോവാന്ന് പറയുമ്പോൾ അവൾ ഫസ്റ്റ് പറയുന്നത് ബീച്ചിൽ പോവാന്നാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി അവൾക്കൊരു ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ ജയിലോ അങ്ങനെ എന്തോ സംഭവമാണെന്ന്. അതിനെക്കുറിച്ച് കറക്റ്റ് എനിക്കറിയില്ല, അതങ്ങ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. ആദ്യം കുറച്ച് വെളിച്ചും പിന്നെ ഫുൾ ഇരുട്ടുമായിട്ട്, പിന്നെ ഇങ്ങനെ പിള്ളേരൊക്കെ അതിനകത്ത് കയറിയിട്ട് ഒച്ചയിടുവും ഇങ്ങനെ എക്കോ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടിപ്പുറം കടലിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ചെറിയ ബഗിടുകളൊക്കെ കാണാം. നിത്യേട്ടൻ്റെ വക കുറച്ച് പരിപാടികളൊക്കെ ഇതാ എന്തൊക്കെയോ ബഗിട് പറയുന്നുണ്ട്. നമ്മൾ അത് പറഞ്ഞ് കുറേ നേരം ചിരിച്ചു. അവിടെ വന്ന് നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു. ഏകദേശം ഒരു 5:30 ആവാറായിനി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. നമ്മൾ വീട്ടിലേക്ക് പോവുന്നല്ലേ പറയാ. നീലെല്ലാം ടയേർഡായി, നിനക്ക് പോയിട്ട് അത്ര ഇഷ്ടമായിട്ടല്ലേ, നീല ബീച്ചിൽ നിന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ പറ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതും കൂടി പറഞ്ഞേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.